ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മൾ കാണുന്ന ദൈവവചനം 1 തിമോത്തിയോസ് 4:7. 1 തിമോത്തിയോസ് 4:7. ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക. ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക. ദൈവഭക്തിയിൽ പരിശീലനം നേടുക. അപ്പൊ ദൈവഭക്തി സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിന് മുൻപിലെ ജപമാല അല്ലെങ്കിൽ ദൈവവചനം ഉറക്കെ വായിക്കുന്നു. അടുത്ത ചാപ്പൽ നമ്മുടെ ഇടവക പള്ളിയിലെ നമ്മൾ നിത്യാരാധനയിൽ ചെന്നിരിക്കുന്നു. ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക. ഇവിടെ ഒരുപാട് പലരും ഈ ഡൈവേഴ്സിന്റെ പക്കത്തൊക്കെ എത്തിയവരും മിക്കവാറും കൗൺസിലിംഗ് പറയുന്നത്, അയാൾ ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ മുറി അടച്ച് മൊബൈലിലാണ് സിസ്റ്റേ. മക്കള് പഠിക്കൂ എന്ന് പറഞ്ഞ് അവർ മൊബൈലിലാണ് സിസ്റ്റേ. അങ്ങനെ ഞങ്ങളുടെ ബന്ധങ്ങൾ അകന്നു പോയി. ഓരോരുത്തർ ഭക്ഷണം കഴിക്കുന്നു, ഓരോരുത്തർ വന്നിട്ട് കുടുംബ പ്രാർത്ഥന ചെയ്യുന്നു, ഓരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങൾ വന്നു. അവരവർ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മൊബൈൽ ഓണാക്കി വെച്ചിട്ടാണ് വീട്ടിൽ. അതുകൊണ്ട് ബന്ധങ്ങൾ അകന്നു. ഇപ്പോൾ അവരവരുടെ രീതിയിലായി. അങ്ങനെ ഡൈവോഴ്സിൻ്റെ പറ്റത്ത് മകനെയും കൊണ്ട് അയാൾ പോയി, മകളെയും കൊണ്ട് ഞാൻ പോയി എൻ്റെ വീട്ടിലേക്ക്. ഇങ്ങനെയുള്ള ഓരോ അവസ്ഥകളാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് 1 തിമോത്തിയോസ് 4:7 പറയുന്നത്, ലൗകികവും അർത്ഥശൂന്യവുമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക. ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ദൈവഭക്തിയിൽ പരിശീലനം നേടുക. 1 തിമോത്തിയോസ് 4:7. ഈ വചനം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം. ആമേൻ.